ॐ शं नो मित्रः शं वरुणः शं नो भवत्वर्यमा शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वमेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम् ॐ शान्ति शान्ति शान्तिः ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः ॐ यश्चन्दसा वृषभो विश्वरूपः छन्दोभ्योऽद्यमदात् सम्बभूव समेन्द्रो मेधया आस्पृणोतु अमृतस्य देवधारणो भूयासं शरीरं मे विचर्षणं जिह्वा मे मधुमत्तमा कर्णाभ्यां भूरि विश्रुवं ब्रह्मणः कोशोऽसि मेधया पिहितः श्रुतं मे गोपाय आवहन्ति विधन्वाना कुर्वाणा चीरमात्मनः वासागुंसि मम गावस्य अन्नपाने च सर्वदा ततो मे श्रियमावह लोमशाम्बशुभिः सह स्वाहा आमायन्तु ब्रह्मचारिणः स्वाहा विमायन्तु ब्रह्मचारिणः स्वाहा प्रमायन्तु ब्रह्मचारिणः स्वाहा दमायन्तु ब्रह्मचारिणः स्वाहा शमायन्तु ब्रह्मचारिणः स्वाहा यशोजने सानि स्वाहा श्रेयान्वस्य शोसानि स्वाहा तन्द्वाभगप्रविशानि स्वाहा समाभगप्रविश स्वाहा तस्मिन् सहस्रशाखे निबगाहुं दैमृजे स्वाहा यथा प्रवधायन्ति यथा मासा अहर्जनम् एवं मां ब्रह्मचारिणः दादरायन्तु सर्वतः स्वाहा प्रतिवेशोऽसि प्रमापाहि प्रमापद्यः स्वाहा ॐ शान्ति शान्ति शान्तिः ॐ वृक्षस्य रेरिव कीर्तिपृष्ठं गिरेरिव ऊर्ध्वपवित्रो वाजनीवः स्वमुदमस्मि द्रविणगं सवर्चसं सुमेधामुदोक्षितः इति त्रिशङ्गोर्वेदानुवचनम् ॐ शान्ति शान्ति शान्तिः ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः ॐ आप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्म उपनिषदम् माहं ब्रह्म निराकुर्यात् मा ब्रह्म निराकरोत् अनिराकरणमस्तु निराकरणं मे अस्तु तदात्मनि निरतेय उपनिषत्सु धर्मास्ते मयि सन्तु ॐ शान्ति शान्ति शान्तिः ॐ वाक्मे मनसि प्रतिष्ठिता मनो मे वाचि प्रतिष्ठिता आविराविर्मयेदि वेदस्य माणिस्तः श्रुतं मे मा प्रहासीरनेनाधीतेन होरात्रान् सन्ददामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम्
ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം നോ വിവാദയ മനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം കർണേഭിः ശൃണുയാമദ്ദേവാः. ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः. സ്ഥിരൈരംഗൈः സുഷ്ഠുവാഗുംസസ്തനുഭിः. വ്യശേമ ദേവഹിതം യദായുः. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः. സ്വസ്തി ന പൂഷാ വിശ്വവേദാः. സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः. സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം യോ ബ്രഹ്മാണം വിദദാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ തം ഹദേവമാത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിത പ്രജ്ഞാനഘനഃ പ്രത്യഗദ്ധോ ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പൊ അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത. അപ്പോൾ ഈ കാമക്രോധങ്ങളാണ് നമ്മുടെ ഈ ശ്രേയസിനെ തടുക്കുന്നത് കണ്ടു. അപ്പൊ അർജുനന്റെ സംശയം എന്താണ്? അഥ കേന പ്രയുക്തോയം, എന്തിനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് മനുഷ്യര് പാപം ചരതി പൂരുഷ, ഈ ശ്രേയസിനെ നശിപ്പിക്കുന്ന ഈ പാപകരമായ കാമക്രോധങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്തുകൊണ്ടാണ്? അനിച്ഛിന്നപി വാർഷ്ണേയ, ഇച്ഛ ഇല്ലായിരുന്നിട്ട് പോലും ബലമായിട്ട് മറ്റേ പ്രേതബാധ കൂടിയ ആൾക്കാർ ഓരോന്ന് കാണിക്കുന്നത് പോലെ ഈ കാമക്രോധങ്ങൾക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള കാരണം എന്താണ്? യദ്യപി അനർത്ഥമൂലം ധ്യായതോ വിഷയാൻ പുംസഃ രാഗദ്വേഷോ യസ്യ പരിബന്ധിനോ ഇതി ചോക്തം വിക്ഷിപ്ത മനവധാരിതം ച തദുക്തം തത് സംക്ഷിപ്തം നിശ്ചിതം ചേതമേവേതി ജ്ഞാതുമിച്ഛൻ. അർജുന ഉവാച ജ്ഞാതേഹി തസ്മിൻ സ്തതുച്ഛേദായ യത്നം കുര്യാമിതി. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് സംഭവിക്കുന്നതെന്ന് അറിയാമെങ്കിൽ അതിനെ തടുക്കാമല്ലോ. നമുക്ക് ശത്രുക്കൾ ആരാണെന്ന് തിരിച്ചറിയാമെങ്കിൽ ആ ശത്രുക്കളെ നശിപ്പിക്കാമല്ലോ. ഇപ്പോൾ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുമ്പോൾ ആരാണ് ശത്രു എന്ന് അറിയാത്ത ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് പ്രയാസം വരും. അപ്പോൾ ഈ കാമത്തും ക്രോധവും എന്തുകൊണ്ടിങ്ങനെ നമ്മുടെ ഈ ശ്രേയോമാർഗത്തെ നശിപ്പിക്കുന്നു? എന്താണ് ബലമായിട്ട് നമ്മൾ ശ്രേയോമാർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് വീണ്ടും ഈ ശ്രേയസ്സിനും വിഘാതം ഉണ്ടാക്കുന്ന ഈ കാമക്രോധങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ ബലമായിട്ടത് നിയോജിക്കപ്പെട്ടതുപോലെ എന്തുകൊണ്ട് ആൾക്കാരിങ്ങനെ കാമക്രോധത്തിന് അടിമകളായിത്തീരുന്നു? അധേതി അഥ കേന ഹേതുഭൂതേന പ്രയുക്തഃ സന്നാജ്ഞേവ ഭൃത്യോയം പാപം കർമ്മ ചരാത്യാചരതി പുരുഷഃ സ്വയം അനിച്ഛിന്നഭിഹേ വർഷ്ണയോ വൃഷ്ണികുലപ്രസൂത ബലാദിവ നിയോജിതോ രാജ്ഞേവേത്യുക്തോ ദൃഷ്ടാന്തഃ. അപ്പോൾ രാജാവ് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ഭൃത്യൻ എന്താണെന്ന് നോക്കാതെ അതൊക്കെ ചെയ്യൂലേ? നീ അതെടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഭൃത്യൻ അതനുസരിക്കും. അപ്പോൾ അതുപോലെ മനുഷ്യരെന്ത് ചെയ്യുന്നു? ഈ കാമക്രോധങ്ങൾക്ക്
ആ അടിമയായിട്ട് അങ്ങ് പ്രവർത്തിക്കുകയാണ്. ഒരു രാജാവിന് ഭൃത്യൻ അടിമപ്പെട്ട് പ്രവർത്തിക്കുന്നത് പോലെ മനുഷ്യരെ കാമക്രോധങ്ങൾക്ക് അടിമപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ശൃണു ത്വം തം വൈരിണം സർവാനർത്ഥകരം എം ത്വം പൃച്ഛസി. ഇത് സർവ അനർത്ഥകരമാണ്, എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമാണ്. ഇപ്പം എല്ലാവരും കാമക്രോധങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരും ജ്ഞാനികളായി തീരുകയല്ലേ. അപ്പോൾ അതിന് വിപരീതമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? അനർത്ഥകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടുകയാണ്. അപ്പോൾ ചില നിസ്സാരമായ കാമങ്ങളെയൊക്കെ ഉപേക്ഷിച്ചാൽ തന്നെ ചിലപ്പോൾ വലിയ ആപത്തുകളിൽ നിന്നൊക്കെ മനുഷ്യർ രക്ഷപ്പെടും. പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ അനർത്ഥകരങ്ങളായിട്ട് സർവ്വ അനർത്ഥത്തിനും കാരണമായിട്ടുള്ള കാമങ്ങളിലേക്ക് അവരെന്ത് ചെയ്യുന്നു? ഒരു സ്വയമേവ ചെന്ന് ചാടുകയാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസഃ ശ്രിയ വൈരാഗ്യസ്യ മോക്ഷസ്യ ഷണ്ണം ഭഗ ഇതി അങ്കന. അപ്പോൾ വിഷ്ണു പുരാണത്തിൽ ഭഗവാന്റെ ഈ ഭഗയുടെ ലക്ഷണം പറയാണ്. ഐശ്വര്യം, സമഗ്രമായ ഐശ്വര്യം, ധർമ്മം, യശസ്, ശ്രീ, വൈരാഗ്യം, മോക്ഷം. അപ്പം ഇതെല്ലാം ആർക്കാണോ ഉള്ളത്, അപ്പം അങ്ങനെ സർവ്വതും ഉള്ള ആളിനെയാണ് എന്ത് പറയുന്നത്? ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം ഐശ്വര്യാദി ഷഡ്കം യസ്മിൻ വാസുദേവേ നിത്യം പ്രതിബദ്ധത്വേന സാമസ്ത്യേന ച വർത്തതേ ഉത്പത്തിം പ്രളയം ചൈവ ഭൂതാനാം മാഗതിം ഗതിം വേത്തി വിദ്യാമവിദ്യാം ച സ വാച്യോ ഭഗവാനിതി. അപ്പം ഇതെല്ലാം ഈശ്വരനായ വാസുദേവനിൽ, ഈശ്വരനിൽ ഇതെല്ലാം ഈ 6 ഗുണങ്ങളും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിഗ്രഹ, അനുഗ്രഹ, സർവശക്തി, സർവജ്ഞ, ഐശ്വര്യം, ഇതെല്ലാ ഗുണങ്ങളും ഭഗവാനിൽ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഉത്പത്യാദി വിഷയം ച വിജ്ഞാപനം യസ്യ സ വാസുദേവോ വാച്യോ ഭഗവാനിതി. അപ്പോൾ വാസുദേവനിൽ ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുകയാണ്, കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപ്മ വിദ്യേനമിഹ വൈരിണം. അപ്പം കാമയേഷ ക്രോധയേഷ, ഈ കാമവും ക്രോധവും അത് എവിടെ നിന്നുണ്ടായിരിക്കുന്നു? രജോഗുണ സമുദ്ഭവ, രജോഗുണത്തിൽ നിന്നുണ്ടായിരിക്കുന്ന കാമക്രോധങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? മഹാശനോ, മഹാശനത്തെ എത്ര തിന്നാലും മതിയാവത്തില്ല. കൊടുത്താലും ഈ കാമത്തിനും ക്രോധത്തിനും ഒന്നും എൻ്റെ ഉണ്ടാകത്തില്ല. അപ്പം കൊടുത്ത് അഗ്നിയെ നെയ്യൊഴിച്ച് കിടത്താൻ പറ്റാത്തതുപോലെ ഈ കാമത്തെ എന്താണ് പൂരണം ചെയ്ത് നശിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം മഹാ അശനോ, കൊടുക്കുന്തോറും അതിൻ്റെ വിശപ്പ് കൂടിക്കൊടിയേ ഇരിക്കത്തുള്ളൂ. മഹാപാപ്മ, ഈ കാമം കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് പാപം ചെയ്യാനും ഒരു പ്രശ്നമില്ലേ. ആരെ കൊല്ലാനും, ആരുടെ സാധനം പിടിച്ചു പറിക്കാനും, എന്ത് നീചകർമ്മങ്ങൾ പ്രവർത്തിക്കാനും ഒക്കെ ആൾക്കാരിപ്പോൾ കണ്ടിട്ടില്ലേ. ഓരോരോ നീചകർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്തിന്? ഈ കാമത്തിന്. ഓരോരോ ചെറിയ കാമങ്ങളായിരിക്കും. ആ കാമത്തിന് അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ പിന്നെ ആ കാമസാധ്യത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും? ചിലപ്പോൾ ചെറിയൊരു വീട് കിട്ടാൻ, 5 സെൻറ്റ് ഒരു വീട് കിട്ടാൻ വേണ്ടിയായിരിക്കും കൊലപാതകങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ ചെറിയ ഒരു കാമസാധ്യത്തിന് വേണ്ടിയായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യുന്നു? മഹാപാപ്മ, എന്ത് വലിയ പാപകൃത്യം ചെയ്യുവാനും ബന്ധുക്കളെ പോലും കൊല്ലുവാനും ഒന്നും മടിക്കുന്നില്ല. മഹാപാപ്മ വിദ്യേനമിഹ വൈരിണം. അവയെ മനുഷ്യരുടെ എന്തായി? ശത്രുക്കളായിട്ട്, വൈരികളായിട്ട് മാറിക്കൊള്ളും. ഇപ്പോൾ നമ്മുടെ മുഗൾ സാമ്രാജ്യമൊക്കെ നോക്കുകയാണെങ്കിൽ അതിലെല്ലാം എന്താണ്? സഹോദരന്മാരെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു. ഷാജഹാൻ തന്നെ, അപ്പോൾ ഔറംഗസീബ്, ഷാജഹാൻ, അക്ബർ, ഇവരുടെ എല്ലാം തലമുറകൾ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി
സഹോദരന്മാരെയൊക്കെ കൊല്ലുകയും പിതാവിനെ കൊല്ലുകയും ജയിലിടുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ട് തന്നെ അധികാരം പിടിക്കുന്നത്. നമ്മുടെ അശോക ചക്രവർത്തിയും എന്താണ് സർവ്വ സഹോദരന്മാർ എത്രയോ 180 120 സഹോദരന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ എല്ലാ സഹോദരന്മാരെയും ഒക്കെ വധിച്ചിട്ടാണ് അശോകൻ തന്നെ തൻ്റെ ചക്രവർത്തി പദം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കാമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും, ആ കാമത്തിന് എതിര് നിൽക്കുന്ന എല്ലാവരെയും എന്ത് ചെയ്യും, എല്ലാവരെയും നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ആൾക്കുള്ളൂ. അപ്പം അതുകൊണ്ട് മഹാപാപ്മ വിദ്യേനമിഹ വൈര്യണം കാമൈതി കാമയേഷ സർവലോക ശത്രു നിമിത്ത സർവാനർത്ഥപ്രാപ്തി പ്രാണിരാംസയേഷ കാമ പ്രതിഹത കേനചിത് ക്രോധത്വേന പരിണമതി. അപ്പോൾ കാമം തടുക്കപ്പെടുമ്പോൾ എന്തായി മാറും? ക്രോധമായി മാറും. അപ്പോൾ ക്രോധം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കാമം തന്നെയാണ്. കാമത്തിൻ്റെ വേറൊരു രൂപം മാത്രമാണ്. കാമം എവിടെയാണോ അത് നീ പോണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതിൻ്റെ സ്വഭാവം അവരുടെ തനി സ്വരൂപം കാണിക്കും. അപ്പോൾ കാമം തന്നെ ക്രോധമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് സാധനമല്ല. കാമം തടുക്കപ്പെടുമ്പോൾ അത് ക്രോധമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അത് ക്രോധോപ്യേഷ രജോ ഗുണ സമുദ്ഭവോ രജശ്ച തദ്ഗുണശ്ച രജോ ഗുണ സമുദ്ഭവോ യസ്യ സ കാമോ രജോ ഗുണ സമുദ്ഭവോ രജോ ഗുണസ്യ വാ സമുദ്ഭവ. അപ്പോൾ ഇത് രജോ ഗുണ സമുദ്ഭവമാണ്, രജോ ഗുണത്തിൽ നിന്നുണ്ടായതാണ്. കാമം എന്ന് പറയുന്നത് രജോ ഗുണത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്, അല്ലെങ്കിൽ രജോ ഗുണം തന്നെ കാമത്തിൽ നിന്നുണ്ടായതെന്ന് പറയാം. അപ്പോൾ ഇത് പരസ്പരം പൂരകമായിട്ട് രജോ ഗുണത്തിൽ നിന്ന് കാമത്തിൽ നിന്ന് രജോ ഗുണവും രജോ ഗുണത്തിൽ നിന്ന് കാമവും ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ രജോ ഗുണ സമുദ്ഭവ, ഈ രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ കാമവും ക്രോധവും. രജോ ഗുണ സമുദ്ഭവോ രജശ്ച തദ്ഗുണശ്ച രജോ ഗുണ സ സമുദ്ഭവോ യസ്യ സ കാമോ രജോ ഗുണ സമുദ്ഭവോ രജോ ഗുണസ്യ വാ സമുദ്ഭവ. കാമോ ഹ്യുദ്ഭൂതോ രജ പ്രവർത്തയൻ പുരുഷം പ്രവർത്തയതി. അപ്പോൾ അത് ഈ ആളിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ കാമത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. നീ ഇങ്ങനെ പൊയ്ക്കോ എന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ ഒരു മിസൈലൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അതെന്ത് ചെയ്യും? കൃത്യമായ ടാർഗറ്റ് ചെന്ന് പൊട്ടിക്കോളും. അതുവരെ എത്ര ദൂരെയാണെങ്കിലും ആ ടാർഗറ്റ് അതിനെ ഫീഡ് ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ടാർഗറ്റിനെ ലക്ഷ്യമാക്കി അത് കുതിക്കും. അപ്പോൾ അതുപോലെ ഈ കാമവും ആ ടാർഗറ്റ് കിട്ടാൻ വേണ്ടി അതെങ്ങനെ വേണമെങ്കിലും വയ്ക്കോളും. അപ്പോൾ അതിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്, രജോ ഗുണത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. അതിങ്ങനെ കാമത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പ്രവർത്തിപ്പിക്കുന്നു. അതിന് കാമം കൊണ്ട് വേണ്ട രീതിയിൽ നമുക്ക് എന്ത് വേണം? പ്രവർത്തിപ്പിക്കുന്നു. തൃഷ്ണയാ ഹ്യഹം കരതി കാരിതഃ ഇതി ദുഃഖിതാനാം രജകാര്യേ സേവാദോ പ്രവൃത്താനാം പ്രലാപഃ ശ്രൂയതേ മഹാശനോ മഹാശനാമസ്യേതി മഹാശനേത ഏവ മഹാപാപ്മ. എത്ര കിട്ടിയാലും തടുക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള മഹാശന. നമുക്ക് ഇത്രയും കൊടുത്ത് തൃപ്തിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ ഒരു കുറച്ച് കൊടുത്ത് തൃപ്തിപ്പെടുത്താമെന്ന് വെച്ചാൽ രക്ഷയില്ല. കാരണം അങ്ങനെ തൃപ്തിപ്പെടുത്തുന്ന സംഭവമല്ല, മഹാശനമാണ്. എത്ര കൊടുക്കും തോറും അതിൻ്റെ വിശപ്പ് കൂടിക്കൊണ്ടിരിക്കും, കൊടുക്കും തോറും അതിൻ്റെ വിശപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിന് പട്ടിണി കിടുക എന്ന് മാത്രമേ പറ്റത്തുള്ളൂ. മഹാശനോ മഹാപാപ്മ, എന്ത് പാപവും അത് ഇതിൻ്റെ കീഴ്പ്പെട്ട് അത് ചെയ്യും. അപ്പം അതാണ് ഈ ലോകത്ത് കാണുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാരുടെ കാമത്തിനും ക്രോധത്തിനും വിധേയമായിട്ട് ഈ ലോകത്തിങ്ങനെ പല പല കാഴ്ചകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉറവിടം എന്നാണ്? കുറേ ആൾക്കാരുടെ കാമവും ക്രോധത്തിനനുസരിച്ച് ഈ ലോകത്ത് ഇങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാമേനിഹി പ്രേരിതോ ജന്തു പാപം കരോതി. അപ്പോൾ കാമപ്രേരിതമായിട്ടാണ് ജന്തു എന്ത് ചെയ്യുന്നത്? പാപം കരോതി, പാപം പ്രവർത്തിക്കുന്നത്. കാമത്തിനടിമപ്പെട്ട് പുണ്യമേത് പാപമേത് എന്നുള്ള വിവേകമൊക്കെ നഷ്ടപ്പെട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അധോ വിദ്യേനം കാമമിഹ സംസാരേ വൈരിണം. അതുകൊണ്ട് ഈ സംസാരത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു കാമമാണ്.
അപ്പോൾ ആ കാമത്തിന് കാരണമെന്ന് പറയുന്നത് ഈ രജോ ഗുണത്തിൽ നിന്നുണ്ടായ ഈ കാമക്രോധങ്ങളാണ് മനുഷ്യരെ ഇങ്ങനെ പാപം ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഇതിൻ്റെ കുഴപ്പം എന്താണ്? ഇതിനെ നമ്മളെന്ത് ചെയ്യും? ശ്രേയോ മാർഗത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ ലക്ഷ്യം കാണാതെ എന്ത് ചെയ്യും? നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ലോകത്ത് ഈ ജന്മം നഷ്ടപ്പെടുത്തുവാനായിട്ട് കാരണമായി തീരും. കഥം വൈരീതി ദൃഷ്ടാന്തോ പ്രത്യായതി ധൂമേനാവ്രിയതേ വഹ്നിർ യഥാദർശോ മലേന ച യഥോൽഭേനാവൃതോ ഗർഭസ്ഥതാ തേനേതമാവൃതം. അപ്പം എങ്ങനെയാണ്? ധൂമേനാവ്രിയതോ വഹ്നി. അപ്പോൾ ഈ സത്യം മൂടപ്പെട്ടിരിക്കുകയാണ്. സത്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പിറകെ പോകത്തില്ലല്ലോ. അപ്പോൾ സത്യത്തെ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? മറച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ പരാഞ്ചികാനി വിതരണം സ്വയംഭൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മറ്റു കാര്യങ്ങളെ, ആത്മാവിനെ അന്വേഷിക്കാതെ മറ്റു വസ്തുക്കളെ അന്വേഷിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മവസ്തു മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സൂര്യൻ, ഹേ ഭഗവാൻ, അങ്ങയുടെ ഹിരൺമയേന പാത്രേണ സത്യസ്യ ആഭിഹിതം മുഖം. അപ്പോൾ ആ ഹിരൺമയമായ പാത്രത്താൽ അങ്ങയുടെ മുഖം മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിത്തരണം. അതൊന്ന് മാറ്റിത്തന്ന് അങ്ങയുടെ സ്വരൂപം എനിക്ക് കാണുമാറാകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല? ഈ പ്രപഞ്ചത്തിലെ അനർത്ഥങ്ങളുടെ പിറകെ പോവുകയും അതിൽ ചെന്ന് പതിച്ച് ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്തിരിക്കുന്നു? ഈ സത്യത്തെ മറച്ചിരിക്കുന്നു. എങ്ങനെ മറച്ചിരിക്കുന്നു? ഏതുപോലെ? 2-3 ഉദാഹരണങ്ങൾ പറയണം. ധൂമേനാവ്രിയതേ വഹ്നി. ഈ പുക ചില സ്ഥലത്ത് നമുക്ക് നിറച്ചും പുകയായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ തന്നെ നമ്മുടെ ഈ വിമാനം തകർന്നെടുത്ത് നമ്മളത് കാണുന്നത് എന്താണ്? വലിയ പുകയാണ്. അപ്പോൾ ആ പുക എന്താണ്? പുകയുടെ അടിയിൽ എന്തുണ്ട്? അഗ്നിയാണ്. അപ്പോൾ ആ അഗ്നി കാണുന്നില്ല, നമ്മൾ വലിയ പുകയാണ് കാണുന്നത്. അപ്പോൾ ആ അഗ്നിയെ പുക എന്ത് ചെയ്തിരിക്കുന്നു? മറച്ചിരിക്കുന്നു. അവിടെ അതിൻ്റെ പിറകിൽ അഗ്നിയുണ്ട്, പക്ഷേ പുക അഗ്നിയെ മറച്ചിരിക്കുന്നു. അതുപോലെ ആദർശോ മലേനജ, നല്ല പൊടി നമ്മുടെ കണ്ണാടിയെ മൂടിയാൽ നമുക്ക് മുഖം കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കണം. പൊടിയടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആദർശോ മലേനജ, കണ്ണാടി തുടച്ച് വൃത്തിയാക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ യഥോൽബേനാവൃതോ ഗർഭ, നമ്മുടെ ഗർഭസ്ഥനായ ശിശുവിന് അതിൻ്റെ ആംനിയോൺ ചർമ്മങ്ങൾ അതിനെ മൂടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അതിനെ ഗർഭസ്ഥ ശിശുവിനെ നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ 3 ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുന്നു. അഗ്നിയെ പുകയും, കണ്ണാടിയെ പൊടിയും, ഗർഭസ്ഥനായ ശിശുവിനെ ചർമ്മങ്ങളും മൂടപ്പെട്ടിരിക്കുന്നത് പോലെ ഈ തേനേദം ആവൃതം. അപ്പോൾ ഈ സാധനങ്ങളാൽ തേനേദം, ഈ ബ്രഹ്മം, ഈ നമ്മുടെ ആത്മസ്വരൂപം മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആത്മാവുണ്ട്. എല്ലാവരും ആത്മാവിനെ അനുഭവിക്കുന്നു. അഹമഹം, ഞാനുണ്ട്, ഞാൻ ഇരിക്കുന്നു, അഹം അസ്തി എന്ന് എല്ലാവരും അനുഭവിക്കുകയാണ്. പക്ഷേ ആ ആത്മാവ് ഏത് വിധത്തിൽ ഇരിക്കുന്നു? അപ്പം ഞാൻ ആനന്ദസ്വരൂപനായിട്ടിരിക്കുന്നു, ഞാൻ തൃപ്തനായിട്ടിരിക്കുന്നു, ഞാൻ പൂർണ്ണനായിട്ടിരിക്കുന്നു, ഞാൻ ഏകനായിട്ടിരിക്കുന്നു എന്നുള്ള അറിവില്ല. അപ്പോൾ സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്? ഞാനുണ്ട്, ഞാൻ ഇല്ലെന്നാരും വിചാരിക്കുന്നില്ല. ഉള്ള ഞാൻ എങ്ങനെ ഇരിക്കുന്നു? അപൂർണനായിട്ടിരിക്കുന്നു. എനിക്ക് ആരുടെയെങ്കിലും ആശ്രയം വേണം, ആരുടെയെങ്കിലും സഹായം വേണം, ആരുടെയെങ്കിലും സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പണം വേണം, എനിക്ക് അല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാരെന്ത് ചെയ്യുന്നു? തന്നെ അപൂർണനായിട്ടും അസംതൃപ്തനായിട്ടും ഒക്കെ കണ്ടിട്ട് തനിക്ക് സപ്പോർട്ടിനായിട്ട് മറ്റു സാധനങ്ങളെ വേണമെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ തന്നെ പൂർണ്ണനം, ഈ ലോകത്തിന് മുഴുവനും നിലനിർത്തുന്ന, ലോകത്തിന് മുഴുവനും ആധാരമായിരിക്കുന്ന ബ്രഹ്മമാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഒന്നിൻ്റെയും ആശ്രയമില്ല, എനിക്കൊന്നിൻ്റെയും ആവശ്യമില്ല, ഞാൻ പൂർണ്ണ തൃപ്തനാണ്, പൂർണ്ണ ധന്യനാണ്, പൂർണ്ണ ആനന്ദ സ്വരൂപനാണ്. അപ്പോൾ അങ്ങനെ അത് തിരിച്ചറിയാൻ കഴിയാതെ ഇത് തേനേതമാവൃതം, ഇതിങ്ങനെ മൂടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആത്മാവിൻ്റെ സ്വരൂപം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ
എന്തോ ഒരു അപൂർണനാണ്, ഈ ശരീരമായി പോയി മാറിയിരിക്കുന്നു, ഞാൻ ഈ ശരീരമായി തീർന്നിരിക്കുന്നു എന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. അറിവായിരിക്കുന്ന ഞാൻ എന്തായാലും ജഡമായി മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ആൾക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ പറ്റാത്ത എന്തുകൊണ്ട്, ഇതുപോലുള്ള ഈ കാമക്രോധങ്ങളൊക്കെ ഇതിനെ മൂടിയിരിക്കുകയാണ്. ചക്കച്ചുള നിറച്ച് ഈച്ച ചെയ്യുന്ന ചിലപ്പോൾ ചക്കച്ചുള വെളിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഈ കാമക്രോധങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ആത്മാവിനെ മൂടിയിരിക്കുന്നു. ധൂമേന സഹജേന ആവ്രിയതേ വഗ്നി പ്രകാശാത്മകോ അപ്രകാശാത്മകേന യഥാ. അപ്പോൾ പ്രകാശിക്കുന്ന ആ സാധനത്തെ ഈ പ്രകാശം വെളിയിൽ വരാത്ത രീതിയിൽ പുക എന്ത് ചെയ്തിരിക്കുന്നു, മൂടിയിരിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ കാർമേഘം സൂര്യനെ മൂടിയിരിക്കുന്നു. അപ്പം സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. യഥാ ആദർശോ മലേനച്ച. അപ്പോൾ കണ്ണാടിയെ പൊടികൾ മൂടി കണ്ണാടിയെ റിഫ്ലക്ഷൻ നമുക്ക് ശരിക്കുള്ള നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആരാണ്, അഹമസ്മി. ഇപ്പം എല്ലാവർക്കും ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച നാടകം വല്ലതും നടക്കുമോ? എല്ലാവരും ആത്മതത്വന്മാരായിട്ടും ആത്മരാമന്മാരായിട്ടുമൊക്കെ കർമ്മങ്ങളിൽ നിന്നെല്ലാം വിട്ട് സുഖമായിട്ടിരിക്കത്തില്ലേ? അപ്പോൾ ഈ പ്രപഞ്ച നാടകമേ അതോടുകൂടി അവസാനിക്കും. ഈ കർമ്മങ്ങളെല്ലാം തന്നെ അവസാനിക്കും. ഈ പ്രപഞ്ച ലോക വ്യവഹാരങ്ങളൊന്നും പിന്നെ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. യഥോ ഉത്ഭേന ഗർഭവേഷ്ടനേന ജരായുണ ആവൃത. ജരായുധം പോലുള്ള ആ ചർമ്മങ്ങളാൽ ഈ ഗർഭം മൂടപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ആത്മാവ് ഈ അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ആച്ഛാദിതോ ഗർഭസ്ഥതാ തേനേതമാവൃതം. അതിനാൽ ഈ സത്യം മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ചെകഞ്ഞ് കണ്ടുപിടിക്കുക, വിചാരം ചെയ്ത് അതിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ആരായുകിൽ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും. അപ്പം അതിനുവേണ്ടി നമ്മുടെ ബ്രെയിൻ ഒരു എൻക്വയറിങ് ബ്രെയിൻ ആയിരിക്കണം, അല്ലെങ്കിൽ വിചാരം ചെയ്യാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാവണം. നമ്മളങ്ങനെ ഇതിനെ വിചാരം ചെയ്ത് തിരിച്ചറിയാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മൾ വിചാരം ഇല്ലെങ്കിൽ നമ്മൾ ഈ ജഡമാണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പം അതെങ്ങനെ സാധിക്കും? ഒരിക്കലും ജഡമാവത്തില്ല. അപ്പം വിചാരം അറിയാനും കഴിവുള്ള ബോധം ഇങ്ങനെ ജഡമാകും. നമ്മുടെ ശരീരം ഒരിക്കലും നമ്മളല്ല. നമ്മൾ ആ ശരീരത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ആത്മസ്വരൂപമാണ്. അപ്പോൾ നമ്മുടെ ആ ബോധസ്വരൂപമായ അവസ്ഥയെ നമുക്ക് തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മൾ സ്വയം ജഡമാണെന്നും നമ്മൾ അല്പനാണെന്നും നമുക്കെന്തോ കുറവുകളുണ്ടെന്നും ഒക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ ആവൃതം ജ്ഞാനമേധേന ജ്ഞാനിനോ നിത്യവൈരിണം കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാനലേന ച. ആവൃതം ജ്ഞാനമേധേന. അപ്പോൾ ആവൃതം ജ്ഞാനമേധേന ജ്ഞാനിനോ. അപ്പോൾ ഈ ജ്ഞാനത്തെ എന്ത് ചെയ്തിരിക്കുന്നു? ആവൃതമാണ്. ജ്ഞാനിനോ നിത്യവൈരിണം. ജ്ഞാനിയുടെ നിത്യവൈരിയാണ് ഈ കാമം എന്ന് പറയുന്നത്. ജ്ഞാനിയാവാൻ ആഗ്രഹിക്കുന്ന ആളിൻ്റെ നിത്യമായ ശത്രുവാണ്. അപ്പോൾ ഈരിക്ക് പാമ്പെന്ന പോലെ ഈ മുമുക്ഷുവിന് ഇതാരാണ്? കാമം ശത്രുവാണ്. കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാനലേ ച. അപ്പോൾ കാമരൂപനായ ഈ ശത്രുവിനാൽ ഇത് മൂടപ്പെട്ടിരിക്കുന്നു, ദുഷ്പൂരണമായിരിക്കുന്നു. അതിന് ഒരിക്കലും മതി എന്നുള്ളൊരവസ്ഥ വന്നു ചേരുന്നില്ല. കിം പുനസ്തതി ദം ശബ്ദവാച്യം യത് കാമേനാവൃതമിത്യുച്യതേ. ആവൃതമേതേന ജ്ഞാനം ജ്ഞാനിനോ നിത്യവൈരിണ. അപ്പോൾ പറയാണ്,
ആവൃതമേതേന, ഇത് ജ്ഞാനത്തെ മൂടിയിരിക്കുകയാണ്. നിത്യവൈരിനാണ്. ഈ ഒന്നിനുമല്ല, നിത്യമായിട്ട് കാലം, ഈ പ്രപഞ്ചം തുടങ്ങിയ കാലം മുതൽ മനുഷ്യരുടെ ശത്രുവാണ് ഈ കാമം. ഇന്നും ഇന്നലെയല്ല, ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ല, നിത്യവൈരിണ. ഈ പ്രപഞ്ചം എന്ന് തുടങ്ങിയോ, മനുഷ്യരെന്നുണ്ടായോ അന്ന് മുതൽ ഈ മനുഷ്യവർഗത്തിന് ശത്രുവാണ് ഈ കാമം, നിത്യവൈരിണ. അപ്പോൾ സാധാരണ ആൾക്കാർ വിചാരിക്കുന്ന ഈ കാമമൊക്കെ നമുക്ക് ഇതില്ലാതെ എങ്ങനെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ലോകത്ത് ഇനിയും എനിക്ക് ഒരു ആയുസ് തരുമെന്നൊക്കെ അല്ലേ ആൾക്കാർ പാടുന്നത്. അപ്പോൾ ആൾക്കാർ ഈ കാമത്തെ താലോലിക്കുകയാണ്. ഇതെൻ്റെ ഈ കാമമില്ലെങ്കിൽ ഞാനില്ല എന്ന രീതിയിലാണ് ആൾക്കാർ അവരുടെ അസ്തിത്വത്തെ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയണം, നിത്യവൈരിണ. ഇത് പണ്ട് മുതലേ ആൾക്കാരെ എന്ത് ചെയ്തിരിക്കുന്നു, ആൾക്കാരെ മോഹിപ്പിച്ച് ഈ മാർഗത്തിൽ, ഇങ്ങനെ ഈ പ്രപഞ്ച സംസാര മാർഗത്തിൽ ഇങ്ങനെ ഈ കാമത്തോടു കൂടി അവരെ നിർത്തിയിരിക്കുകയാണ്. അവർ കാമികളായിട്ട് ഇങ്ങനെ ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്ത് ഈ ലോകത്ത് പൊയ്ക്കോളും. നമ്മളെ ഈ എന്താണ്, ഒരു വൈറസിനെ കയറ്റി വിടുന്നത് പോലെ അവരുടെ ബ്രെയിനകത്ത് ഈ കാമം കയറി അവരെ കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ഈ സത്യമാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ച് അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനീഹി ജാനാത്യേനാഹം അനർത്ഥേ പ്രയുക്ത പൂർവവേവേദി ദുഃഖീജ ഭവതി നിത്യമേവ അതോ അസൗ ജ്ഞാനിനോ നിത്യവൈരി നതു മൂർഖസ്യ. അപ്പോൾ ചോദ്യം ചോദിക്കുകയാണ്, ഈ ജ്ഞാനിനോ നിത്യവൈരിണ, എല്ലാവരുടെയും നിത്യവൈരിയല്ലേ, ജ്ഞാനിയുടെ നിത്യവൈരി എന്ന് പറയാൻ കാര്യം എന്ത്? അല്ലെങ്കിൽ മൂഢൻ്റെ നിത്യവൈരി എന്നല്ലേ പറയേണ്ടത്. അപ്പം ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനിനോ നിത്യവൈരിണ, ജ്ഞാനിയുടെ നിത്യവൈരി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മൂഢൻ്റെ അല്ലെങ്കിൽ അവിവേകിയായിരിക്കുന്നതിൻ്റെ നിത്യവൈരി എന്ന് പറഞ്ഞാലല്ലേ അത് ശരിയായിരിക്കുന്നത്. അപ്പം അതിന് മറുപടി പറയാണ്, ഇത് ജ്ഞാനിയുടെയാണ് നിത്യവൈരി. കാരണം എന്ന് വെച്ചാൽ തിരിച്ചറിവുള്ളത് ജ്ഞാനിക്കാണ്. ഇത് അപകടത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഇതിപ്പോൾ ഒരു വിവരമുള്ള ഒരാളിന് മാത്രമേ ഈ കാമം നമ്മളെ ഉണ്ടാകുമ്പോൾ ഇതെന്നെ അപകടത്തിലേക്ക് നയിക്കും എന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്നത് വിവരമുള്ളവർക്കാണ്, ജ്ഞാനിക്കാണ്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും അറിവുള്ളവർക്കാണ്. അല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നീ ഇപ്പം അത് പോണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു കാമം നേടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഞാൻ ഈ കാമം നേടി അത് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അസൂയയാണ്, അതുകൊണ്ടാണ് നിങ്ങളത് വേണ്ട എന്ന് പറയുന്നതെന്ന് പറയും. അപ്പം ജ്ഞാനിക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. എന്താണ്? ഈ കാമത്തിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഇതെന്നെ എന്ത് ചെയ്യും? ദുഃഖിപ്പിക്കും, എന്നെ ഈ ശ്രേയോമാർഗത്തിൽ നിന്ന് പുറത്താക്കും, എൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഇത് കേടുപാടുണ്ടാക്കും, പരമമായിട്ട് എൻ്റെ ആ പുരുഷാർത്ഥത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടും എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ഒരു ജ്ഞാനിക്കേ ഉള്ളൂ. അതുകൊണ്ട് ജ്ഞാനിനോ നിത്യവൈരിണ, ജ്ഞാനിയുടെ നിത്യവൈരിയാണ്. സാധാരണ ആൾക്കാർക്ക് ഇതെന്താണ്? അവർക്ക് ഇതൊരു കാമം എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വപ്നമാണ്. ഇതെൻ്റെ സ്വപ്നമാണെന്ന് പറയില്ലേ, ഇതെൻ്റെ സ്വപ്നമാണ്. അപ്പോൾ അവൻ്റെ കാമം എന്ന് പറയുന്നത് അവൻ്റെ സ്വപ്നമാണ്, അവൻ്റെ സാക്ഷാത്കാരമാണ്, അവൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് അവൻ്റെ ജീവിതം. അപ്പോൾ അവൻ അതിനുവേണ്ടി എന്ത് ബലി കൊടുക്കാനും എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാണ്. അതിനുവേണ്ടി എത്ര നരകത്തിൽ വേണമെങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ് എന്നുള്ള അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അതൊരിക്കലും അങ്ങനെയുള്ളവർക്ക് ഇത് ശത്രുവല്ല. അങ്ങനെയുള്ളവർ എന്താണ്? ഈ കാമവുമായിട്ട് അവർ മരിച്ചോളും. അവർക്കത് ഏറ്റവും വലിയ ആനന്ദകരമായ സാധനമാണ്. സഹി കാമം തൃഷ്ണകാലേ മിത്രമിവ പശ്യത് തത് കാര്യേ ദുഃഖം പ്രാപ്തേ ജാനാതി തൃഷ്ണയാഹം ദുഃഖിത്വമാപാദിതൈവ. അപ്പോൾ ഇത് സഹി കാമം തൃഷ്ണകാലേ മിത്രമിവ, തൃഷ്ണകാലത്തിൽ മിത്രത്തെ പോലെ. നമ്മളൊരു കാമത്തെ പിറകെ പോകുമ്പോഴത്തേക്ക് അത് തൃഷ്ണയുള്ള സമയത്ത് ഇത് ഒരു മിത്രത്തെ പോലെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട, ഈ കാമം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നേടിയത് അപ്പോൾ എന്നുള്ള രീതിയിൽ നമ്മളൊരു മിത്രത്തെ പോലെയാണ് കാമികൾ കാമത്തെ കാണുന്നത്. ഇതുള്ളതുകൊണ്ടാണ് ഞാൻ
ഈ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നേടാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രവർത്തിക്കാൻ പറ്റിയത് എനിക്ക് ഈ കാമം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഈ കാമം എന്ന് പറയുന്ന ഒരു മിത്രമാണ്. മൂഢനെ സംബന്ധിച്ചോളം അവർ നട്ട് വളർത്തി, ഒരു വൃക്ഷത്തെ നട്ട് വളർത്തി വലുതാക്കി എടുക്കുമ്പോൾ ഇത് ഞാൻ നട്ട് വളർത്തിയാണെന്ന് പറയത്തില്ലേ. അപ്പോൾ അതുപോലെ ഈ കാമം എന്ന് പറയുന്ന അവർ നർച്ചർ ചെയ്ത്, അവർ വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അവർ അതിനെ മിത്രത്തെ പോലെയാണ് അവർ കാണുന്നത്. പക്ഷെ അത് എപ്പോഴാണ് പശ്യത്തത് കാര്യേ ദുഃഖേ പ്രാപ്തേ, അത് അവസാന കാലത്ത് അതിൻ്റെ തനി സ്വഭാവം കാണിക്കും. അപ്പം മാത്രമേ ഇത് ദുഃഖപ്രദമായിരുന്നു, അയ്യോ ഇത് ദുഃഖപ്രദമായിരുന്നു, വളരെ വിനാശത്തെ ചെയ്തു എന്ന് തിരിച്ചറിയുന്നത് വളരെ ലേറ്റായിട്ടായിരിക്കും, പ്രാപ്തകാലം. ഇതിൻ്റെ അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പിടിച്ച് അതിനെ അങ്ങനെ താഴ്ത്തി, ഇപ്പം ചെളിയിലൊക്കെ ചില ആൾക്കാരെ പിടിച്ച് താഴ്ത്തി ചെളിക്കകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് മുങ്ങിപ്പോകത്തില്ലേ. അപ്പം അതുപോലെ ഈ കാമം അവരെ ഇങ്ങനെ അവസാനം ഇങ്ങനെ പിടിച്ച് താഴ്ത്തി ആ ചെളിയിൽ അങ്ങോട്ട് മുക്കി കൊല്ലുമ്പോൾ മാത്രമേ അവർ മനസ്സിലാക്കത്തുള്ളൂ ഇതെനിക്ക് ദുഃഖപ്രദമായിരുന്നു. ഇത്രയും ഇതിൻ്റെ പരിണാമം, എൻ്റെ കാമത്തിൻ്റെ പരിണാമം എന്തായിരുന്നു, അത്യന്തം ദുഃഖപ്രദമായിരുന്നു എന്ന് അവസാനമേ മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് ഇത് മൂഢൻ്റെ ശത്രുവല്ല, ഇത് ജ്ഞാനിയുടെ മാത്രം. ജ്ഞാനിനോ നിത്യവൈരിടാം, അതുകൊണ്ട് മൂഢൻ്റെ അല്ല. ദുഃഖേ പ്രാപ്തേ ജാനാതി തൃഷ്ണയാഹം ദുഃഖിത്വമാപാദിതൈതി പൂർവമേവാതോ ജ്ഞാനിനയേവ നിത്യവൈരി. അപ്പോൾ ജ്ഞാനിക്ക് തിരിച്ചറിയാനുള്ള വിവേകം, അതിനാണ് വിവേകം, നിത്യാനിത്യ വസ്തു വിവേകം. അപ്പോൾ ഒരാൾക്ക് ഇത് നിത്യമാണ് ഏത് അനിത്യമേതെന്ന് തിരിച്ചറിഞ്ഞുകൂടാ. ഇപ്പോൾ ചില ആൾക്കാരെ കണ്ടൂടെ, അവരുടെ എല്ലാ സമ്പാദ്യങ്ങളൊക്കെ പണയം വെച്ച് വലിയ വീടുകളൊക്കെ, ഇപ്പോൾ അവർക്ക് വലിയ കൊട്ടാരം വയ്ക്കണമെന്നുള്ളതാണ്. പൈസ ഉള്ളവർ വെച്ചാൽ കുഴപ്പമില്ല. പൈസ ഇല്ലാത്തവരും എന്ത് ചെയ്യും, വലിയ അവർക്ക് താങ്ങാൻ പറ്റാത്ത ലോണൊക്കെ എടുത്ത് വലിയ ഇരിക്കുന്ന വീടും കൂടെ ബാങ്കിൽ കൊണ്ട് ജാമ്യം വെച്ചിട്ട് 1 കോടി 2 കോടി രൂപയുടെയൊക്കെ വീടുകൾ വയ്ക്കും. അപ്പോൾ അത് തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക സ്രോതസ് ഇല്ലാത്തവരാണത് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, അവസാനം ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഉള്ളതും കൂടെ പോയി. അപ്പോൾ അവർക്ക് സാധാരണ നിലയിലൊരു വസ്തുവിൽ സാധാരണ ഒരു വീട് വെച്ചിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് തീർന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാമായിരുന്നു. ഒരു 10-20 ലക്ഷം രൂപ വീട് വെച്ചിരുന്നെങ്കിൽ അത് അവരുടെ കയ്യിൽ നിന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാമായിരുന്നു. പക്ഷെ അതിന് പകരം എന്ത് ചെയ്തു, 2-3 കോടി രൂപ ബാങ്ക് ലോണൊക്കെ എടുത്ത് അവർക്ക് തിരിച്ചടയ്ക്കാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് അവസാനം എന്ത് ചെയ്തു, ബാങ്കിലൊക്കെ ചെന്ന് വീഴുന്നു. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ഈ പരിണാമം എന്ത്. പലരും ബിസിനസ്സൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ കയ്യിലൊന്നുമില്ല, 25 കോടി രൂപ സർക്കാർ കടമൊക്കെ എടുത്ത് വലിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്ന ചിലരൊക്കെ ഇങ്ങനെ വലിയ കോടീശ്വരന്മാരൊക്കെ ഇങ്ങനെയാണ് വലുതായതെന്നൊക്കെ അവർ പറയും. അപ്പോൾ ഈ ബാങ്കുകളും എന്ത് ചെയ്യും, ഈ ചോദിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് അവരുടെ നിന്നുള്ള മാക്സിമം ഈ ഈടൊക്കെ എടുത്ത് വെച്ചിട്ട് മാക്സിമം ലോൺ കൊടുക്കും. അപ്പോൾ കുറച്ച് പേര് ഭാഗ്യത്തിന് ചിലപ്പോൾ തിരിച്ചടയ്ക്കാനായിട്ട് പ്രാപ്തരാകും, കുറേ പേർക്ക് അത് തിരിച്ചടയ്ക്കാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ അതുപോലെ അവർക്ക് അവരുടെ കാമങ്ങൾ നേടാനായിട്ട് പറ്റാത്തൊരു കണ്ടീഷനിൽ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും, അവരെ മുക്കിത്താക്കും. അപ്പോൾ ഈ വിവേകമുള്ളവർ മാത്രമേ ഏത് വരെ നമുക്ക് ഇതെടുക്കാം, ഏതെടുത്തുകൂടാ, ഏത് ചെന്ന് ചാടാം, ഏത് ചാടിക്കൂടാ എന്നുള്ള വിവേകം ഉള്ളവന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അല്ലാത്തവരെ സംബന്ധിച്ചോളം കാമത്തിന് കീഴ്പ്പെട്ട് അവർ വേണ്ടാധീനങ്ങളൊക്കെ കാണിച്ച്, അതുകൊണ്ട് ജ്ഞാനിക്കാണിത് നിത്യവൈരിയായിട്ടുള്ളത്, ഈ കാമം. ജ്ഞാനിനോ നിത്യവൈരിണഹ, ജ്ഞാനിക്ക് കാരണം ഇത് തിരിച്ചറിയാം, ആപത്തുണ്ടാക്കാനാണ് ഇത് ഇവൻ നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നത് നമുക്ക് ആപത്തുണ്ടാക്കാനാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം. ഇവനല്ലെങ്കിൽ ഇവള് നമ്മളോടെ കൂടിയിരിക്കുന്നത് നമുക്ക് ആപത്തുണ്ടാക്കാനാണ് എന്നതിലുള്ള തിരിച്ചറിവ് നമുക്ക് വരണം. അപ്പം അല്ലെങ്കിൽ നമ്മളെന്ത് വിചാരിക്കും, നമ്മുടെ ഏറ്റവും ആത്മമിത്രമാണ്, ആത്മമിത്രവും നമ്മളെ സഹായിക്കുന്നവരും
അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നവരും ഒക്കെ ആണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കൂടെ കൊണ്ടുപോകും. അവസാനം നമ്മുടെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഇതെന്താണ് നമുക്ക് നിത്യവൈരിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വിവേകം ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനിനോ നിത്യവൈരണം. അതുകൊണ്ട് മൂർഖന്മാർക്കത് കാമം വൈരിയായിട്ട് വരില്ല. മൂർഖന്മാർ അതിനെ ആനന്ദിക്കും. ഇത് കൊള്ളാം, ഇത് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൽ മിത്രഭാവത്തിൽ അവർ ആനന്ദിക്കും. ദുഷ്പൂരേണ ദുഃഖേന പൂരണമസ്യേതി ദുഷ്പൂരണസ്തേന അനലേന ന അസ്യാലം പര്യാപ്തം വിദ്യത ഇത്യ അനലസ്തേന. ദുഷ്പൂരേണാനലേന ച. അപ്പം അത് അലം, മതി എന്ന് പറയത്തില്ല, ഇത്രയും മതി, നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടിയില്ല, ഇനി നിർത്തിക്കൂടെ? ഇല്ല. പണ്ടൊക്കെ ഈ മുച്ചിട്ട് കളിക്കുന്ന പോലെയാണ്. നമുക്കൊരു ആവശ്യത്തിന് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിർത്തിക്കൂടെ? ഇല്ല. ഇത് 1,00,000 കിട്ടിയ 1,00,000 കൂടെ വെച്ചിട്ട് കളിക്കും. അപ്പോൾ അതിൻ്റെ അവസാനം ഉള്ള മൂലം എല്ലാം കൂടെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള, നമുക്ക് എടുക്കാനുള്ള, നമുക്ക് അത്യാവശ്യത്തിനുള്ള ലാഭം കിട്ടിയാൽ നമുക്കങ്ങ് നിർത്തി മാറിക്കൂടെ? മോഷണം തന്നെ. ഇത് നേരെ വെളുക്കും വരെ മോഷ്ടിക്കരുതെന്ന് പറയത്തില്ലേ? ഈ നിലാവുണ്ടെന്ന് വിചാരിച്ച് നേരം വെളുക്കും വരെ മോഷ്ടിക്കരുത്. അപ്പോൾ അത്യാവശ്യത്തിന് ഉള്ള മോഷണം ആയിക്കഴിഞ്ഞാൽ പൊയ്ക്കോ എന്ന് പറയുന്നത് പോലെ അലം, മതി എന്നുള്ളൊരു ഭാവം ഇതിന് വരുന്നില്ല. അപ്പോൾ അത് പോരാ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ചെന്ന് കുഴികളിൽ ചെന്ന് ചാടുന്നത് വരെ ഇത് ആളിനെ എന്ത് ചെയ്യും, വേണ്ടാത്ത കാര്യങ്ങളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യ അധിഷ്ഠാനമുച്യതേ ഏതേർ വിമോഹേത്യവ ജ്ഞാനമാവൃത്യ ദേഹിനം. അപ്പം ഇതിൻ്റെ സൈറ്റ് എവിടെയാണ്? ഇതെവിടെ ഇരിക്കുന്നു? അപ്പം എവിടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്കതിനെ കണ്ടുപിടിച്ച് തേടി അടിച്ചു കൊല്ലാമല്ലോ. ഒരു പാമ്പ് കയറി വന്നു, അത് എവിടെ കയറി ഒളിച്ചു എന്ന് കണ്ടാലേ അതിനെ പിടിക്കാൻ പറ്റും. ഒരു വീട്ടിനകത്ത് കയറി വന്നു, അപ്പോൾ ആ പാമ്പ് കാണാൻ വയ്യ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഓടിക്കുകയോ തല്ലിക്കൊല്ലുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അത് എവിടെ ഇരിക്കുന്നു എന്നറിഞ്ഞാലേ അതിനെ പിടിക്കാനോ ഓടിക്കാനോ പറ്റൂ. അപ്പോൾ എവിടെ ഇരിക്കുന്നില്ല എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചുമ്മാ ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും അസ്യ അധിഷ്ഠാനമുച്ചത്, അതിൻ്റെ ഈ കാമത്തിൻ്റെ ഇരിപ്പിടങ്ങളാണ്. വെളിയിലെങ്ങുമല്ല, നമ്മുടെ തന്നെ ഇന്ദ്രിയത്തിലും മനസ്സിലും ബുദ്ധിയിലും എന്തിരിക്കുന്നു, കയറി പതിഞ്ഞിരിക്കുകയാണ്. ഏതേർ വിമോഹയത്യവ, അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ വിമോഹിപ്പിക്കുകയാണ്. അങ്ങോട്ട് ചെയ്യും, അങ്ങോട്ട് പോകും, ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യുന്നു, ഈ കാമത്തിലേക്ക് അത് തള്ളിയിടുകയാണ്. മോഹയത്യവ ജ്ഞാനമാവൃത്യ ദേഹിന, നമ്മുടെ ജ്ഞാനത്തെ അത് മൂടിയിട്ട് നമ്മുടെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിരിക്കുന്നു. നമ്മളെ കണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് നമ്മളെ നടത്തിക്കുകയാണ്. കണ്ണ് തുറന്നു വെച്ചാൽ നമുക്ക് കുഴിയിൽ ചെന്ന് വീഴാതെ നമ്മൾ പോകുമല്ലോ. അപ്പോൾ നമ്മളെ കണ്ണ് കെട്ടിയിട്ട് ഒരു വലിയ ക്ലിഫിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഈ ഫ്രണ്ടിലോട്ട് പോകും എന്ന് പറയാം. അപ്പോൾ എന്ത് പറ്റും? നമ്മളെ വലിയ ഇങ്ങനെ ഹിമാലയത്തിൻ്റെ ഒരു വലിയ ശൃംഗത്തിലാണെന്നിരിക്കട്ടെ, കണ്ണ് കെട്ടിയിട്ട് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റിയാൽ എന്ത് പറ്റും? താഴോട്ട് മഹാപ്രസ്ഥാനത്തിൽ മറ്റേ പഞ്ചപാണ്ഡവന്മാർ വീണതുപോലെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ അതുപോലെ ഈ കാമം എന്ത് ചെയ്യുന്നു, ഈ ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും ഇരുന്നു കൊണ്ട് ഏതേർ വിമോഹയത്യവ, നമ്മളെ മോഹിപ്പിച്ച് ജ്ഞാനത്തെ ആവരണം ചെയ്ത് നമ്മളെ കുഴികളിലേക്ക് തള്ളിയിടുകയാണ്. കിം അധിഷ്ഠാന പുനഃകാമോ ജ്ഞാനസ്യ ആവരണത്വേന വൈരി സർവസ്യത്യേ ഭക്ഷയാമഹ ജ്ഞാതേഹി ശത്രോരധിഷ്ഠാനേ സുഖേന ശത്രു നിർബഹണം കർത്തും ശക്യതേതി. അപ്പം ശത്രുക്കൾ എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചാലല്ലേ ശത്രുവിനെ. ഇപ്പം ഒളിഞ്ഞിരുന്ന് വെടിവെക്കുന്നു, നമ്മുടെ ദുഷ്പാട്ടികൾ നമ്മളെ കയറി വെടിവെക്കുന്നില്ലേ. അപ്പം അതുപോലെ അവരെവിടെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞാലല്ലേ അവർ ഇന്ന സ്ഥലത്തിരുന്നാണ് വെടിവെക്കുന്നത് കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് അവരെ വെടിവെച്ച് നശിപ്പിക്കാം. അതുപോലെ ഈ കാമവും ക്രോധവും ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയാമെങ്കിൽ അവയെ നമുക്ക് സുഖേന, വളരെ എളുപ്പത്തിൽ ശത്രു നിർബഹണം കർത്തും ശക്യത, ആ ശത്രുക്കളെ നമുക്ക് നശിപ്പിച്ച് ഇതാരാണ് നമ്മളെ ദുഃഖ കാരണം എന്താണ്? ബുദ്ധൻ തന്നെ എന്താണ്
ബുദ്ധൻ ആലോചിച്ചു, എന്താണ് മനുഷ്യർക്കെല്ലാം ദുഃഖമാണെന്ന് കണ്ടു അദ്ദേഹത്തിന് മനസ്സിലായി. മനുഷ്യർക്കെല്ലാം ദുഃഖമുണ്ട്. അപ്പം ദുഃഖത്തിൻ്റെ കാരണം അദ്ദേഹം അന്വേഷിച്ചു. അദ്ദേഹത്തിന് കണ്ടെത്തി, ആശയാണ് ദുഃഖത്തിനെല്ലാം കാരണം. അപ്പം അങ്ങനെ നമ്മൾ വിചാരം ചെയ്യണം. ഇപ്പം എന്താണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത്, എന്താണ് നമ്മളെ പീഡിപ്പിക്കുന്നത്, എന്താണ് നമ്മളെ ഇങ്ങനെ താഴോട്ട് വലിക്കുന്നത്. അപ്പം അതിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ശത്രു നിർവഹണം, അതിനെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പറ്റും. കർത്തും ശക്യത. ഇന്ദ്രിയാണീതി, അവിടെ ഇന്ദ്രിയങ്ങളില്ലാതെ ഇരിപ്പുണ്ട്. കാരണം ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുന്നെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും, കണ്ണ് കാണിച്ചു തരുന്നു, ചെവി കേൾപ്പിച്ചു തരുന്നു, നാക്ക് നമ്മളെ ടേസ്റ്റ് അറിയിപ്പിച്ചു തരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതെന്ത് ചെയ്യും, കുറച്ച് കാമം കൂടെ കരത്തി തരും. അപ്പോൾ അതിനെ നമുക്ക് പോയി എടുക്കൂ, അല്ലെങ്കിൽ അതിനെ നേടൂ, അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കൂ എന്നുള്ള രീതിയിൽ ഇന്ദ്രിയങ്ങൾ നമ്മളെ എന്ത് ചെയ്യുന്നു, അതിനെ പ്രലോഭിപ്പിക്കുന്നു. ഇന്ദ്രിയാണി മനോ ബുദ്ധിശ്ചാസ്യ കാമസ്യ അധിഷ്ഠാനം ആശ്രയ ഉച്യതേ. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ഈ കാമത്തിൻ്റെ അധിഷ്ഠാനങ്ങളാണ്. അവിടെ ഇരുന്നുകൊണ്ട് അവ എന്ത് ചെയ്യുന്നു, അതിനെ നേടൂ, ഇന്ന കാമത്തെ നേടൂ, നിനക്ക് നിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ഇത് നേടുകയാണ്, ഈ കാമത്തെ നീ പിന്തുടരൂ എന്ന് പറഞ്ഞ് അവനെന്ത് ചെയ്യും, ചുമ്മാ ഇരുന്ന പാവമാണ്, അവനെന്ത് ചെയ്യും, അവനെ ഇതിനായിട്ട് ഇളക്കി വിടും. ഏതൈരിന്ദ്രിയാദിഭിരശ്ചൈര്യ വിമോഹേതി വിവിധം മോഹയത്യവ. വിവിധങ്ങളായ മോഹത്തിന് കീഴ്പ്പെടുത്തിയിട്ട് പ്രലോഭിപ്പിച്ച് അവനെ പിന്നെ അവനെ പിന്നെ ബലിക്കളത്തിലേ കാണത്തുള്ളൂ. പിന്നെ ആ സമയം വരെ അവനെ എന്ത് ചെയ്യുന്നു, ഇതിനെ മോഹിപ്പിച്ചങ്ങ് വിടുകയാണ്. മോഹയത്യവ കാമോ ജ്ഞാനം ആവൃത്തി ആച്ഛാദ്യ ദേഹിനം ശരീരിണം. ശരീരിയായിരിക്കുന്നവന് ഇങ്ങനെ മോഹത്തിന് കീഴ്പ്പെടുത്തി ഇത് നേടുകയാണ് ജീവിത ലക്ഷ്യം എന്നുള്ള ഒരു തലയ്ക്കുള്ള ഒരു ഭ്രാന്തി കയറി പിന്നെ അവൻ അതിൻ്റെ രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിച്ചോളും. അതാണ് ഈ ലോകത്തിൻ്റെ ഒരു ഗതി. തസ്മാത്വം ഇന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഉപദേശിക്കുകയാണ്, അതുകൊണ്ട് നിന്നാൽ ചെയ്യപ്പെടേണ്ടത് എന്താണ്, തസ്മാത്വം ഇന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ. അതുകൊണ്ട് ഈ ഇന്ദ്രിയാദികളെ നീ എന്ത് ചെയ്യുക, നിയമനം ചെയ്യുക, കൺട്രോൾ ചെയ്യുക, നിലയ്ക്ക് നിർത്തുക, അതിനെ തടയുക. ഇന്ദ്രിയാണ്യവും നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം. അപ്പോൾ പാപ്മാനമാണ് അത് നിന്നെക്കൊണ്ട്, നീ അത് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനെക്കൊണ്ട് എന്തുവിധ പാപവും ചെയ്യിപ്പിക്കും. പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. നിൻ്റെ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നിൻ്റെ അറിവിനെയും അനുഭവത്തെയും എല്ലാം ഇത് തടഞ്ഞ് നിന്നെ എന്ത് ചെയ്യും, വെറും മൃഗതുല്യനാക്കി, വിവേകമില്ലാത്തവനാക്കി, വെറും കൃപണനാക്കി, വെറും ഒരു കാമിയാക്കി നിന്നെ എന്ത് ചെയ്യും, ഈ ലോകത്ത് അധപ്പതിപ്പിക്കും. തസ്മാത്വം ഇന്ദ്രിയാണ്യതൗ പൂർവ്വ നിയമ്യ വശീകൃത്യ. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രിയത്തിനെയും മനസ്സിനെയും ബുദ്ധിയൊക്കെ എന്ത് ചെയ്യുക, വശീകൃത്യ. അപ്പോഴേ നമ്മൾ വശീയാവും. ഇതിനെയെല്ലാം നമ്മുടെ കീഴ്പ്പെടുത്തേക്ക്, നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്ന ഒരു വശീകൃത്യ ഭരതർഷഭ പാപ്മാനം പാപാചാരം കാമം പ്രജഹിഹി പരിത്യജ്യ. അപ്പം അതുകൊണ്ട് ഈ നമുക്ക് പാപത്തെ ഉണ്ടാക്കുന്ന ഈ കാമത്തെ നീ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് ഏനം പ്രകൃതം മൈരിണം ജ്ഞാനവിജ്ഞാനനാശനം. അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ശാസ്ത്ര ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ഉപദേശം കൊണ്ടുണ്ടായ ജ്ഞാനവും, വിജ്ഞാനം എന്ന് ഉണ്ടായിരിക്കുന്നത് വിശേഷമായിട്ടുള്ള ജ്ഞാനം, നമുക്ക് അനുഭവ സമ്പത്ത്, നമ്മൾ ബ്രഹ്മമാണെന്നുള്ള തിരിച്ചറിവ്, ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന അതിനാം അവബോധ വിജ്ഞാനം വിശേഷസ്തദ് അനുഭവ യോ ജ്ഞാന വിജ്ഞാനയോ ശ്രേയപ്രാപ്തി ഹേത്തൂർ നാശനം.
അപ്പോൾ ശ്രേയപ്രാപ്തിയെ നശിപ്പിക്കുന്ന, അനുഭവത്തെ ഇല്ലാതാക്കുന്ന, നമുക്ക് ആനന്ദപ്രാപ്തിയെ തടയുന്ന, ഇപ്പോൾ എത്രയോ പേര് ഈ കാമമില്ലായിരുന്നെങ്കിൽ എത്രയോ പേര് ജ്ഞാനിയായി തീർന്നതിന്. ഇപ്പം ഈ ഫീൽഡിലേക്ക് വന്ന ആൾക്കാർ തന്നെ ഈ കാമത്തിനാൽ കീഴ്പ്പെട്ട് പോയില്ലെങ്കിൽ എത്രയോ പേര് ജ്ഞാനികളായി പോയനെ. അപ്പോൾ പ്രജഹി ആത്മന പരിത്യജയിത്യർത്ഥ. അതുകൊണ്ട് ഇതിനെ, ഈ കാമത്തെയും ക്രോധത്തെയും നീ എന്ത് ചെയ്യുക? പരിത്യജിച്ച് ഈ സത്യത്തെ അറിയാനായിട്ട് ഉള്ള അവസരത്തെ ഉപയോഗിക്കുക. ഓം പൂർണ്ണമത